എഴുന്നള്ളത്തിനിടെ ഗജരാജ ബാഹുബലി ചിറക്കൽ കാളിദാസന് തളർച്ച. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് കഴിഞ്ഞ ദിവസം നടന്ന ചെനക്കത്തൂർ പൂരത്തിനെ എഴുന്നള്ളിക്കുന്നതിനിടയിലാണ് ചിറക്കൽ കാളിദാസന് അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ഒടുവിൽ പകുതിയിൽ വെച്ച് തിടംപിറക്കി ആനയെ ഒഴിവാക്കേണ്ടി വന്നു. പൂരത്തിൽ പ്രൗഢി ഉയർത്താൻ ചിറക്കൽ കാളിദാസൻ തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദേശത്തിൽ എത്തുന്നത്. രാവിലെ നടന്ന പൂരത്തിലും താരം ചിറക്കൽ കാളിദാസൻ തന്നെയായിരുന്നു. പുതുപ്പള്ളിയോട് ഏറ്റുമുട്ടാനായിരുന്നു ഇത്തവണ ചിറക്കൽ കാളിദാസന്റെ നിയോഗം. അതെല്ലാം ഭംഗിയായി നടത്തുകയും കാളിദാസൻ ചെയ്തു. എന്നാൽ പൂരത്തിന്റെ അടുത്ത ദിവസം പുലർച്ചെ എഴുന്നള്ളത്തിനാണ് രാവിലെ 4 മണിയോടുകൂടി കോലം കയറ്റി പുതുപ്പള്ളിയും കാളിയും ഉൾപ്പെടെയുള്ള 10 കൊമ്പന്മാർ ലക്കിടി കൂട്ടുപാതയ്ക്ക് സമീപത്ത് അണിനിരുന്നത്. അതിനുശേഷം ഭംഗിയായി ചെറക്കത്തൂർക്കാവ് മൈതാനിയിലേക്ക് എത്തുന്നതിന് മുമ്പായാണ് ചിറക്കൽ കാളിദാസന് തളർച്ച അനുഭവപ്പെട്ടത്. ആന ശബ്ദമിട്ട് അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആളുകളും പരിഭ്രാന്തിയിലായി. ഉടൻ തന്നെ ആനയെ എഴുന്നള്ളിക്കുന്നത് ഒഴിവാക്കാൻ കമ്മിറ്റി നിർദ്ദേശവും നൽകി. തൊട്ടടുത്തുണ്ടായിരുന്ന മംഗലാകുന്ന് ശരണയ്യപ്പന് വഴിയിൽ വെച്ച് തന്നെ കോലം കൈമാറി കാളെ അവിടെ നിന്നും തിരിച്ചുപോയി. കാളിയുടെ ഉത്തരവാദിത്വം മംഗലാകുന്ന് ശരണയ്യപ്പൻ ഏറ്റെടുത്തു. അങ്ങനെ കാളിക്ക് പകരക്കാരനായി എഴുന്നള്ളത്ത് നയിക്കാൻ ശരണെത്തി. പുതുപ്പള്ളിക്ക് കൂട്ടായി കാവ് മൈതാനത്തേക്ക് കോലവുമായി ശരന്റെ വരവായിരുന്നു. തീവട്ടിപ്രഭയ്ക്ക് മുന്നിൽ പാണ്ടിമേളത്തിന്റെ പ്രതാപത്തിൽ പ്രൗഢിയോടെ ഒന്നുകൂടി തല ഉയർത്തി അങ്ങനെ ശരൺ നിന്നു. 3 മണിക്കൂർ നീണ്ട കിഴക്കഞ്ചേരിയുടെ എഴുന്നള്ളത്ത് ചെനക്കത്തൂർക്കാവ് മൈതാനത്തിലേക്ക് എത്തി. പിന്നെ പടിഞ്ഞാറഞ്ചേരിയും കിഴക്കഞ്ചേരിയും ചേർന്നുള്ള ഒരു ഗംഭീര കൂട്ടിയെഴുന്നള്ളത്തായിരുന്നു. ചിറക്കൽ കാളിദാസൻ തലപ്പൊക്കത്തിൽ മത്സരിക്കേണ്ട സ്ഥലത്ത് പരമാവധി തല ഉയർത്തിപ്പിടിച്ച് പ്രതാപം കാണിക്കാൻ മംഗലാകുന്ന് ശരണയ്യപ്പനും ഒരുപാട് നോക്കുന്നുണ്ടായിരുന്നു. ചിറക്കൽ കാളിദാസൻ ഇല്ലാത്തത് കൊണ്ടാവാം ഒരുപക്ഷെ പുതുപ്പള്ളിക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൂട്ടിയെഴുന്നള്ളത്ത് അവസാനിപ്പിച്ച് ഭഗവതിയെ തൊഴുത് ശരണയ്യപ്പനും പുതുപ്പള്ളി കേശവനും ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്ന് മടങ്ങി.
അങ്ങനെ ചിറക്കൽ കാളിദാസന്റെ ആനക്കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ആനവിശേഷവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതിനിടയിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.